സിനിമയ്ക്ക് ചെലവായ തുക, ആ ചെലവായ പണം എത്രയെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ഇനി ആരോടും പറയുകയുമില്ല. കള്ളം പറയുന്നതാണെന്ന് കരുതും ആന്റണി പെരുമ്പാവൂർ. വലിയ പരിപാടിയാ. എല്ലാവരും കൂടെ ഏതാണ്ട് കറുത്തുടുപ്പൊക്കെ ഇട്ട് ഈ സ്കൂളിലൊക്കെ നമ്മൾ ഈ എന്തിനാ പറയുന്നേ, അവസാനത്തെ ദിവസമായിട്ട് ഫെയർവെൽ പാർട്ടി ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത്, പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ചില ദിവസങ്ങളിൽ, പിന്നെ ചില കമ്പനികളിലൊക്കെ ഇങ്ങനത്തെ പണി കാണിക്കാറുണ്ട്. ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് ആൾക്കാർ. അതുപോലെ മോഹൻലാല്, പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂര് വന്നതായി കുറേ എണ്ണം കറുത്തുടുപ്പിട്ട് വരുമ്പോൾ മമ്മൂട്ടി വെള്ളമുടുപ്പിട്ട് വരുന്നു. വാവ്, എല്ലാം ഭയങ്കര രസമാണ് കാണാം. ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ പുളകം കൊള്ളുക. ഇവിടെ അങ്ങനെ എന്തൊരു പരിപാടി നടത്തി, അതിനകത്ത് ഇംഗ്ലീഷ് പറയുന്നു, പൃഥ്വിരാജ് നിന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. ഭയങ്കര എന്ത് സംഭവം. അവർ തോക്കും പിടിച്ച് മോഹൻലാൽ നിൽക്കുന്നു. ആ തോക്ക് പിടിച്ചോടെ നിപ്പ് കണ്ടിട്ട് പിന്നെ ബാക്കി ആരൊക്കെയാ തോക്ക് പിടിച്ച് നിന്നതെന്നും മോഹൻലാലിന്റെ തോക്ക് കൊടുത്ത് ശരിയായില്ലെന്നും, തോക്ക് കൊടുത്ത് മാത്രമല്ല പല പിടുത്തവും ശരിയാവുന്നില്ല, ഒന്നും അങ്ങനെ കൊള്ളത്തില്ലല്ലോ. ഈ ഇതുവരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സത്യമാണെന്നാണോ ഇവർ പറയുന്നത്? പണം മുടക്കിയതും പണം കിട്ടിയതിൻ്റെയും കണക്ക് പറയത്തില്ലേ? അതൊക്കെ സത്യമാണ്. അത് ഇതിനകത്ത് ഒത്തിരി പൈസ മുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര ചിലവുള്ളതിൻ്റെ പരിപാടിയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ പടത്തിന് ഉറപ്പായിട്ടും ഈ ലൂസിഫർ ഒരുപാട് ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാരൊക്കെ കയറി കണ്ടിട്ട് കുറച്ച് കാശ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഈ പടം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവർ തേർഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും കാണത്തൊന്നും ഇല്ല. ഇതൊരു ഉഗ്രം തേപ്പായിരിക്കും. തേപ്പെന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ തട്ടിക്കൂട്ടി മറ്റേ ബറോസൊക്കെ ഉണ്ടാക്കിയ പോലെ. ബറോസിൻ്റെ ആനിമേഷനൊക്കെ 500 രൂപ ചിലവേ ഉള്ളൂ. അങ്ങനെ ചെയ്യണം. ഫ്രീ ആയിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ കാശ് കൊടുത്താലൊരു മാന്യതയ്ക്ക് 500 രൂപ കൊടുക്കുക. അതിൽ കൂടുതലൊന്നും അതിനകത്ത് വലിയ എഫക്ട്സ് ഒന്നും കണ്ടില്ല. കണ്ടത്രേ 1-2 കണ്ടു, വീഡിയോ വന്നല്ലോ. അതൊക്കെ ചിലപ്പോൾ ആരും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തായിരിക്കും. മോഹൻലാലിൻ്റെ വിസ്മയ പഠിക്കുന്ന പിള്ളേരും എല്ലാം അവരെ കൊണ്ട് അതിൻ്റെ ചെയ്യിപ്പിച്ചത്. അല്ലാതെ ക്വാളിറ്റി ഉള്ളൊരു സംഭവമേ ഇല്ല പടത്തിൽ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഉടായിപ്പിച്ച് തട്ടിത്തെറിയുടെ പരിപാടിയൊക്കെ ഒപ്പിച്ച് ഏതെങ്കിലുമൊക്കെ നടന്മാരെയൊക്കെ വിളിച്ച് വരുത്തി അവരെയൊക്കെ നിർത്തി ഷോ കാണിച്ച് ഒബ്രോയൊക്കെ വന്ന പോലെ ഏതെങ്കിലും ഒരുത്തം വരും. ഇതൊക്കെ കാണും ഇവിടുത്തെ പൊട്ടന്മാർ വായും മുളിച്ചിരിക്കും. പിന്നെ പാൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു കുഴപ്പമുണ്ട്. ഈ പടത്തിനകത്ത് ഒരു മരത്തിന് തീ കത്തി നിൽക്കുന്നൊരു സീനുണ്ട്. അതിനകത്ത് മോഹൻലാൽ മുണ്ട് കൊടുത്ത് നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഈ മുണ്ടെടുത്ത സീൻ എന്താണെന്ന് വെച്ചാൽ, ഇത് കുറേ നേരം ഈ പുള്ളി വലിയ അണ്ടർവേൾഡാന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കയറിയിരുന്ന് ഈ പറഞ്ഞ പോലെ പുറത്തെവിടെയില്ല ഏതെങ്കിലും രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത് കാണും. അത് വല്ല ഏത് രാജ്യത്ത് ഷൂട്ട് ചെയ്താലും അത് ഏത് രാജ്യമാണോ ഇവരുദ്ദേശിക്കുന്ന ആ രാജ്യമെന്ന് ഇവർ പറയും. എന്നിട്ട് അതിനകത്ത് കുറേ വേല കാണിക്കും കിടന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം പുള്ളി കറുത്തുടുപ്പാണല്ലോ ഇട്ടേക്കുന്നത്, കൂളിംഗ് ഗ്ലാസും വെച്ചല്ലോ. അതും വെച്ചുകൊണ്ടായിരിക്കും കുറേ നേരം അവിടുത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ അവിടെ പുള്ളി സീനാണ്, മറ്റാണ് മറിച്ചാണ്. അതിൻ്റെ പുള്ളി തിരിച്ച് വന്നിട്ട് മുണ്ട് കൊടുത്തോണ്ട് വന്ന് ഇവിടെ മറ്റേ ടീമും ഈ ടീമും ഇവിടെ കൊളാബ് ചെയ്യും. അപ്പം മുണ്ടെടുത്ത സീനായിരിക്കും. മുണ്ടെടുത്ത് ഇവിടോട്ട് വന്നിറങ്ങുമ്പോഴത്തേക്കിന് ഇവിടെ ഉള്ളവരെ കേരളം മൊത്തം വെടിവെച്ച് നശിപ്പിക്കുകയായിരിക്കും. ആർക്കറിയാം. എന്താണേലും ഈ അടിയില്ലാത്ത പരിപാടിയില്ലല്ലോ. മുണ്ട് മടക്കി കുത്തി ചവിട്ടും മാസിന് അഗ്ഗി കാണിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ചേച്ചിമാർക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോരെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന പണിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ പാൻ ഇന്ത്യ ഊമ്പും. കാരണം ഈ മുണ്ട കൂടുതലത്തിന് സ്റ്റണ്ട് കാണിക്കുന്നത് എവിടെ ഇന്ത്യയിൽ വേറെ ഏത് രാജ്യത്ത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. തമിഴ്നാട്ടിലും വലിയ കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ പോലും അവിടുത്തെ നായകന്മാർ മുണ്ടെടുത്തുകൊണ്ടുള്ള സ്റ്റണ്ടൊക്കെ കുറവാണ്. ഇവിടെയാണ് മുണ്ടെന്ന് പറയുന്നത് വലിയ സംഭവമാക്കിയിട്ട് മുണ്ട് കൊടുത്തുകൊണ്ട് നടക്കുമ്പോൾ എന്തോ മുണ്ടും മീശയും കഴുത്തെ മാലയും കയ്യെ ചാരടും ഒക്കെ ഇട്ട് കിടക്കുന്ന ഒരുതരം വാളി ഡ്രസ്സിങ് ഉള്ള ആൾക്കാർ. അതുപോലെ പരിപാടി എടുക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുണ്ടെടുത്ത ഫൈറ്റൊക്കെ കണ്ട കോമഡി ആയിപ്പോൾ അറിയാതെ. അതറിയാമെന്ന് എനിക്കറിയത്തില്ല, ഇമാര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. വേറെ എവിടെ കൊണ്ട് കാണിച്ചാലും ഒരു തമാശ പോലെ തോന്നുന്നു. അയ്യേന്ന് വെക്കും ആൾക്കാർ. ഇയാളെന്തീ കാണിക്കുന്നത്, മുണ്ട് കൊടുത്തെടുത്തല്ലോ, അത് ഇയാളേതാന്നൊക്കെ ചോദിക്കും ഈ കാണുന്ന ഈ മനുഷ്യൻ. അയാൾക്ക് ഇതിനൊക്കെയുള്ള ആവതുണ്ടോടെ. ആ ഒരു രീതിക്ക് പുറത്തൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഇത് കാണത്തുള്ളൂ. ഇവിടെ അല്ലേ മോഹൻലാലെന്ന് പറഞ്ഞ് നടക്കുന്നത്. പുറത്തൊന്നും പോയി അങ്ങനെ വലിയ മോഹൻലാലൊന്നും അല്ലെന്ന് സൈഡിലൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരു നടൻ. മലയാളത്തിൽ സൂപ്പറാണ്, പക്ഷെ പുറത്തെങ്ങും വലിയ റോളൊന്നും കിട്ടിയിട്ടില്ലാത്ത ഒരു നടനായതുകൊണ്ട് ആ നടൻ്റെ പടം നിങ്ങളൊന്നും ആലോചിക്കും. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ഇപ്പോൾ ആരായി സൈഡ് റോളൊക്കെ ചെയ്യുന്നത്? എനിക്ക് അവൻ്റെ ഒന്നും പേരറിയത്തോലുമില്ല, നായകന്മാരുടെ പേര് പോലും അറിയത്തില്ല. ഏതെങ്കിലും ഒരു നായകൻ തന്നെ ആയിക്കോട്ടെ. അയ്യോ, അവനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മളിവിടെ ഇറക്കിയാൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ വേണ്ട. അയ്യോ, ഹിന്ദിപ്പടം എടുക്കണ്ടേ? ഹിന്ദിപ്പടം എടുത്താൽ മനസ്സിലാവും. വേറെ ഏതെങ്കിലും ഭാഷ നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഭാഷ ആസാമിലും ബംഗാളിലും ഒക്കെ ഉള്ള സിനിമകൾ എടുത്തുകൊണ്ട് വരിക, നമ്മളത് നായകനെ അറിയത്തില്ല.
കന്നഡയിലാണെങ്കിൽ പോലും നായകന്മാരെ ശരിക്കും അറിയത്തില്ല. അതിലും കുറച്ചും കൂടി തരം താന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ ആ നാട്ടിലെ വലിയ ഹീറോ ആണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു പടം കൊണ്ടുവന്ന് കാണിച്ചാൽ നമുക്ക് അയാൾ കാണിക്കുന്നതൊക്കെ വിട്ടിട്ടായിട്ട് തോന്നത്തുള്ളൂ. കാരണം ഒറീസ നടക്കുന്ന സംഭവം നമുക്കറിയത്തില്ല. അവിടുത്തെ വേഷം കിട്ടി ഒരുത്തം കിടന്ന് വൻ ഷോ. ഇവനേതെന്ന് ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം മോഹൻലാലിന് പുറത്തോട്ടിറക്കിയാൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ഒന്നും ഇവന്മാർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഊളത്തിലൊന്നും അവിടെ ഒന്നും എടുക്കുന്ന സാധനങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കടമെടുത്തല്ല, അത് കണ്ട് പഠിച്ചത് ഇവന്മാർ. എന്നിട്ട് അതിനകത്തൊന്നും ഒരു 10% എടുത്തിട്ടുള്ളൂ. അതിനുള്ള കെൽപ്പേ ഉള്ളൂ. ഇവർക്ക് താങ്ങത്തില്ല. ഇപ്പം ചിരഞ്ജീവിയൊക്കെ കളിക്കുന്ന ഡാൻസ് ഒന്നും മോഹൻലാൽ ജന്മത്ത് കളിച്ചിട്ടില്ല. സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഡാൻസർമാരെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പ്രഭുദേവ, ചിരഞ്ജീവി, ഈ പറഞ്ഞ കുറച്ച് പേരാണ് മെയിൻ. നാഗാർജുനൊക്കെ നല്ലപോലെ ഡാൻസ് കളിക്കും. അപ്പോൾ അത്ര ഡാൻസ് ഒന്നും ഇപ്പോഴും മോഹൻലാലിനെ കൊണ്ട് നടക്കത്തില്ലെന്നേ. ചിരഞ്ജീവി കിടിലൻ ഡാൻസറാണ്. അപ്പോൾ തെലുങ്കിൽ ചിരഞ്ജീവി ഉണ്ട്, തമിഴിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള കുറേ ഡാൻസർമാരുണ്ട്. അവരവരുടെ പരിപാടിയൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യും. ഇവിടെ കിടന്നുകൊണ്ട് ഈ മുട്ടും മടക്കി താങ്ങനൊക്കെ നടക്കുന്ന ഡാൻസ് ഒന്നും ഒരു ഡാൻസ് അല്ല. അപ്പോൾ അതും ആൾക്കാർക്ക് കാണണ്ട പുറത്തോട്ട്. പിന്നെ സ്റ്റണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റണ്ട് അറിയാമല്ലോ, കഷ്ടം. ആ മുണ്ട് മടക്കി കുത്തുന്നതിൻ്റെ ക്ലോസ് ഷോട്ട് എടുത്ത ഡയറക്ടേഴ്സ് ബ്രില്യൻസ് പൃഥ്വിരാജ്. എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നത് അറിയാം. പൃഥ്വിരാജിൻ്റെ ഒരു വേറെ സാധനം കണ്ടേ, അതെന്ത് ചെയ്ത് പൃഥ്വിരാജ് പറയുക, എന്താ പറയുക, പൃഥ്വിരാജിൻ്റെ മോളും ഭാര്യയൊക്കെ മക്കൾക്ക് പൃഥ്വിരാജ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ലെന്ന്. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഒത്തിരി ദിവസം മാറി നിൽക്കും. അതുകൊണ്ട് പപ്പ ഡയറക്റ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോഴേ പിള്ളേർക്കൊക്കെ ഒരു വിഷമമാകും. പിള്ളേർക്ക് ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ഐറ്റ് ഈ ഫാമിലി ഓഡിയൻസിൻ്റെ ഒക്കെ സിമ്പതി പിടിച്ചു പറ്റാനാന്ന് തോന്നുന്നു. സിമ്പതിയാണല്ലോ അതൊക്കെ. ഭയങ്കര കഷ്ടം തന്നെ. ഞാൻ ഇവന്മാർ ഇത്തിരി ഡയലോഗ് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇവർക്ക് എന്തോ ബുദ്ധിമുട്ട് ഉണ്ടായെന്ന് പറയുന്ന പല സംഭവങ്ങളും ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് സർവ്വസാധാരണമായ സംഭവമാണ്. ഈ രാവിലെ ഒരു പൊതിയും കിട്ടി ട്രെയിനിൽ കയറി ഒരു മനുഷ്യൻ യാത്ര ചെയ്ത് 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം എറണാകുളത്തോ തിരുവനന്തപുരത്തോ ചെന്നിറങ്ങി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വീട്ടിൽ കാണപ്പെടുന്ന ആ മനുഷ്യനെ പറ്റി കളിയാക്കാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞായറാഴ്ച ആകുമ്പോൾ കൊച്ചു പറയുമെന്ന്, മമ്മി ഇറച്ചി മേടിച്ചുകൊണ്ട് വരുന്ന അങ്കിള് വന്നിട്ടുണ്ട്, ബീഫോ ചിക്കനോ എന്താന്ന് ചില മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന അങ്കിള് വന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വർഷത്തിലൊരിക്കൽ മാത്രം ഗൾഫിൽ നിന്നൊക്കെ വന്നു പോകുന്ന പ്രവാസികളാണ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ. ജോലി ചെയ്യുന്നവരുടെ എണ്ണം നോക്കി അപ്പോൾ നേഴ്സുമാരൊക്കെ അങ്ങോട്ട് പോയതുകൊണ്ട് കുറേ പേരൊക്കെ അവിടെ. അപ്പോഴും ഒരു കാര്യമുണ്ട്, ഫാമിലി മൊത്തത്തിൽ അവിടെ ഇവിടെ അപ്പനും അമ്മയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ ഉളുപ്പില്ലാത്ത അല്പം പറയുന്നത് അവൻ ഇങ്ങനെയൊക്കെ പറ്റിയത്. ഇവനെപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വെച്ചാൽ വളരെ കുറച്ച്. ഈ മാത്രമല്ല ഇവർ ഈ കേരളത്തിനകത്തൊക്കെ ഇരുന്നുള്ള കളിയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ പുറത്തു പോയാലും കറങ്ങി നടക്കുമ്പോൾ എല്ലാം ഇവർക്ക് നല്ല പൈസ ഉള്ളവരൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് ഒന്നിച്ച് വരെ യാത്ര ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും. ഇതൊന്നും പറ്റാത്ത സാധാരണക്കാരെ നോക്കിയിട്ട് അവരെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നതെന്ന് ഓർത്തോണം. അതായത് ഈ സാധാരണക്കാരൊക്കെ സിനിമ കാണുമ്പോൾ ഓർത്തോണം പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം മെലിഞ്ഞെന്ന് പറഞ്ഞു വന്നില്ലേ, മെലിഞ്ഞുണങ്ങി ചാവാറായ മനുഷ്യൻ്റെ മുന്നിൽ ഇരുന്ന് പറയാം ഞാൻ മെലിഞ്ഞത് എങ്ങനെ ഉണ്ടെന്ന്. ആരാ? ഈ ശരിക്കുള്ള ആളുണ്ടല്ലോ, ആടുജീവിതത്തിലെ റിയൽ മനുഷ്യനുണ്ടല്ലോ, ആടുജീവിതത്തിൽ പെട്ടുപോയ അയാളുടെ പേര് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്താണ് അയാളുടെ പേര്? ആ മനുഷ്യൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇവനൊക്കെ ഇങ്ങനെ ഭയങ്കരം തന്നെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഇരുന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അത്രയ്ക്ക് അല്പന്മാർക്ക് ഇത് പറ്റത്തുള്ളത്. ഒരുതരം തരം താന്ന മനുഷ്യരുണ്ട്, അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്കൊന്നും ഇത് മനസ്സിലാകത്തൊന്നുമില്ല. ഇവനൊന്നും ഒരു ചിന്തിക്കാൻ പോലും ശേഷിയില്ല. അങ്ങനെയൊക്കെ ആ മനുഷ്യനെ മനസ്സിലാക്കാൻ പോലുള്ള ശേഷിയൊന്നും ഇല്ല. ചുമ്മാ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് കാണിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്, നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളവർ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ വന്നിട്ട് ഇങ്ങനെ കാണിച്ച് വെറുതെ ആക്ട് ചെയ്യുന്നു. അല്ലാതെ അവർക്ക് അവരുടെ ഉള്ളിൽ അങ്ങനെ സാധനം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ വണ്ടികളെടുത്ത് 5ഉം 10ഉം കാർ മേടിക്കാനും കുറേ വീട് വെച്ചിട്ട് അതിനകത്തെല്ലാം കൊണ്ട് ചുമ്മാ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നത്തില്ല. ആ കാശിന് വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആലോചിക്കും. അല്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ല അവർ. ഈ ആർഭാടവും ആഡംബരവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർ ഇങ്ങനത്തെ നമ്പർ കാണിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. അവർ എവിടെയെങ്കിലും പോയി സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്ത് എല്ലാവരുടെയും മുന്നിൽ ഞാൻ വലിയ സഹായിക്കുന്നവനാണ് എന്ന് പറയുന്നതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവർ. അല്ലാതെ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ല ഇങ്ങനെ താല്പര്യമൊന്നും പറയത്തില്ല. ഏതൊരു മനുഷ്യൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യനെ മുന്നിൽ എന്നിട്ട് പറയുക ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ലെന്ന്.
ഇവിടെ കൊച്ചുങ്ങളൊക്കെ അപ്പനെ കണ്ടിട്ട് 2 വർഷമൊക്കെ ആയിരുന്നു. ജനിച്ചിട്ട് ആ തന്തയ്ക്ക് കൊച്ചിനെ കാണാൻ പറ്റാതെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ സിനിമ കാണിക്കാനല്ലേ നീ പോകുന്നത്? അവരൊക്കെ കാണുമ്പോൾ അവർ നിന്നെ കണ്ടിട്ട് വിഷമിക്കണോ? വീട്ടിൽ നിന്ന് പോയിട്ട് 2 വർഷമായി 3 വർഷമായി ചില നാട്ടിൽ വരാൻ പറ്റാതെ കിടക്കുന്ന അത്ര മനുഷ്യരാണ് അതിൻ്റെയൊക്കെ സിനിമ കാണുന്നത്. ഇതൊക്കെ പോയി കാണുന്നവൻ കൂടുതലും അങ്ങനെയുള്ളവരായിരിക്കും. അവരുടെയൊക്കെ മുന്നിൽ വന്ന് നിന്നാ പറയുന്നത്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവർക്ക് വിഷമം വരുമോയെന്ന് എനിക്കറിയത്തില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ളവർക്ക്. ഇപ്പോൾ ഗൾഫിലൊക്കെ ഇരുന്നിടത്ത് ഇത് കേൾക്കുവാണെങ്കിൽ അവനെ എന്തൊരു പുച്ഛമായിരിക്കും തോന്നുന്നത്. അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു സിനിമാടനെ കണ്ടാൽ ചിന്തിക്കാൻ ശേഷിയുള്ളവന് പുച്ഛ തോന്നും, ഉറപ്പാണ്. ഇനി ഇവനൊക്കെ എന്താ ഈ പറയുന്നതെന്നാല്? ഇവനൊക്കെ എവിടെ ഇത്ര തിരക്ക്? ഇവനെന്തോ പണി? കൂടുതൽ സമയം ചുമ്മാ ഈ മേക്കപ്പും ചെയ്തിരിപ്പോൾ പരിപാടി. അല്ലാതെ ഇവർക്ക് വലിയ പണിയൊന്നും ഇല്ല. ഈ പറയുന്ന പോലെ തിരക്കുണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷെ എന്നും അങ്ങ് ഭയങ്കരമായ പരിപാടിയൊന്നും ഇല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, വരാൻ പറ്റത്തില്ലല്ലോ. ഇവർ ഉദ്ദേശിച്ചാലെങ്കിലും വരാൻ പറ്റും. വീട്ടിൽ മറ്റവന് വരാൻ പറ്റുമോ? ഈ പ്രവാസിക്ക് അങ്ങനെ അങ്ങ് തോന്നിയപ്പോൾ ഇറങ്ങി വരാൻ പറ്റുമോ? അതിനുള്ള പൈസ ഉണ്ടോ എൻ്റെ കയ്യിൽ? അത്തരം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എത്രയോ പേര്. ഇവിടെ തന്നെയാണെങ്കിൽ പോലും ആഴ്ച ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന, ഇന്ത്യയിലാണെങ്കിൽ പോലും എങ്ങനെ കാണാൻ പറ്റും? ഇവിടെ നിന്ന് ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, കൽക്കട്ട, ഡൽഹി, എവിടെയൊക്കെയോ ആൾക്കാർ ജോലി ചെയ്യുന്നു. ഗുജറാത്തിലൊക്കെ പഠിക്കാൻ പോയ ആൾക്കാർക്കൊക്കെ വല്ലപ്പോഴും നാട്ടിൽ വരാൻ പറ്റുന്നത്. അപ്പോൾ പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്യാൻ പറ്റും? അത്യാവശ്യം വരണമെന്ന് തോന്നിയപ്പോലും വരാൻ പറ്റാതെ നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിൽ നിന്നുകൊണ്ട് വേണോടോ ഇങ്ങനത്തെ പൊട്ടത്തരം പറയാം. നാണമുണ്ടോ ഇവനൊക്കെ? നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? ചിന്തിക്കാനുള്ള ശേഷിയുണ്ടോ? ഈ വർത്താനം പറഞ്ഞവൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് വരുന്നത്. അവൻ എന്തോ കാണിക്കാന് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുമോ? ഒരുത്തർ എന്തോ ഒരുതരം കഥ എഴുതും. പിന്നെ അത് എന്ത് വേണം ചെയ്യാമല്ലോ. കാശ് ഇഷ്ടം പോലുള്ളവന്മാരും സ്വാധീനമുള്ളവർക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഇവർ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇമാറിയുന്ന എവിടെ നിന്നാണ് കൊള്ളാതെ സിനിമ വന്നിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പൊട്ടപ്പടം ഇറക്കിയിട്ട് ഈ മണ്ടന്മാരെയൊക്കെ പൊട്ട് കളിപ്പിച്ച് അകത്ത് കയറ്റി കൊള്ളാം സൂപ്പറാന്നൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ കാണിക്കും. അത്രേ ഉള്ളൂ. എല്ലാം നല്ല സിനിമയൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇറങ്ങാൻ പോകുന്നില്ല. കാരണം അതിനുള്ള ബോധമില്ല. അതൊക്കെ ഇവരുടെ ഈ അല്ലാത്ത സമയത്തുള്ള സംസാരങ്ങളും ഇടപെടലുകളും ഇൻ്റർവ്യൂസും ഈ സ്റ്റേജിൽ കയറി എന്നുള്ള വർത്താനവും ഒരുക്കവും പിന്നെ നടപ്പും എല്ലാം കൂടെ കാണുമ്പോൾ മൊത്തത്തിൽ വായിക്കാൻ പറ്റി ഇവനൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായോ? ഇവൻ്റെ ഇതൊക്കെ വരുന്ന ജിനിമ എന്ന് പറയുന്നത് ജിനിമയല്ല ശരിക്കും. അതൊരു തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറയും. ഇതൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ സിനിമ എടുക്കുന്നവർ തന്നെ അവർക്ക് നാണക്കേടാ ശരിക്കും. നല്ല സിനിമ എടുക്കാൻ ആഗ്രഹിച്ച ഓരോ സിനിമ എടുത്തിട്ടുള്ളവരൊക്കെ ഇവനോടൊക്കെ പൂച്ചയെ കാണത്തുള്ളൂ. ഇവന്മാർക്ക് ഇങ്ങനത്തെ പറഞ്ഞ പടം എടുക്കാനാണോ ഇവന്മാർ ജനിച്ച് ജീവിച്ച് വളർന്ന് മരിക്കുന്നതെന്ന് ചോദിച്ചു പോകും. അത് അത്രേ ഉള്ളൂ ഇവരെ കൊണ്ട് പറ്റുന്നത്. അതൊരു തരം എന്താ പറയുക, അത്ര വലിയ കാര്യമായിട്ടുള്ളൊരു പണിയല്ല. പിന്നെ പൈസ ഇഷ്ടം പോലെ എടുത്തിട്ട് കുറേ അങ്ങ് ചിലവാക്കും. ആവശ്യമില്ലാതെ ഒത്തിരി ചിലവ് വരും. അതാ ഈ ബഡ്ജറ്റ് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാം. ഇത്രയും പൈസ മുടക്കി എടുത്ത പടമാണെന്നൊക്കെ ചുമ്മാ പറയാം. അങ്ങനെയല്ല, അത്രയും പൈസ മുടക്കുന്നില്ല. പിന്നെ ഇവർ മുടക്കുന്നത് 1000 മുടക്കേണ്ടടുത്ത് 10000 മുടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇമ്മാരുടെ പരിപാടിയല്ലേ. ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെയല്ലേ തോന്നുന്നത്. വീട്ടിൽ നിന്ന് മാറിയിരിക്കാൻ ഭാര്യയ്ക്കും കൊച്ചിനും വിഷമമുണ്ടെന്നൊക്കെ തോന്നത്തില്ലേ ഒരു കുറച്ച് ദിവസത്തേക്ക് കൊണ്ട് മാറി നിന്നപ്പോൾ? മറ്റേയാളെ പറ്റി അറിയത്തുമില്ല. ഞാൻ പറഞ്ഞ ആൾക്കാരെ പറ്റി ഇവർക്ക് അറിയത്തില്ല, എല്ലാവരും പറയത്തില്ലല്ലോ. അപ്പം അതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ എക്സ്ട്രാ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കാൻ വരെ സാധ്യതയുള്ള ആളുകളാണ് ഇവർ. പിന്നെ ഇവരുടെ ആഡംബരം എന്ന് പറയുന്നതിന് ഭയങ്കര ആഡംബരം കാണിക്കും. ഇത്തിരി അല്പന്മാർക്ക് ആഡംബരം കൂടുതലായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇവർ തന്നെ ഇവരുടെ റേറ്റൊക്കെ കൂട്ടിയിട്ടിട്ട് അവർ തന്നെ പ്രൊഡക്ഷൻ കാണിച്ച് കള്ളപ്പണം വെളുപ്പിക്കലും പിന്നെ ഈ ഹേമ കമ്മിറ്റി പോലത്തെ പരിപാടികൾ അവതരിപ്പിക്കലും ഒക്കെയാണ് ഇവൻ്റെയൊക്കെ പണി കൂടുതൽ പേരുടെ. അത് നമ്മൾ കണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞല്ലോ, തെളിവ് സഹിതം എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇവിടെ എന്താണെന്ന് എൻ്റെ വാർത്തകളൊക്കെ മുക്കി കേസുകളൊന്നും അനക്കമില്ലാതെ അങ്ങ് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രയും തന്നെ ഇത്രയും വലിയ പുള്ളികളായതുകൊണ്ടും ഒരുപാട് പൈസ ഇറങ്ങിയത് കൊണ്ടും ആയിരിക്കും എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ലേ പിന്നെന്തോ ഇത് ഇത്രയും ഇങ്ങനെ അങ്ങ് പോകുമോ? ഇത് വേറെ വല്ലതൊക്കെ ആണെങ്കിൽ എന്തെല്ലാം ഇവിടെ നടക്കുന്നത്. അയ്യോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇപ്പോൾ വാർത്തകളിലെല്ലാം കൂടെ നാട്ടിൽ മൊത്തം കൊലയാന്നുള്ള രീതിയിൽ കുറേ വാർത്ത അടിച്ച് വിട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധ തെറ്റിക്കണേ ഭയങ്കര പാടാണ് ഇതിനകത്തുനിന്നൊക്കെ. പാടുപെടുക മീഡിയാസ്. ഇതിനു മുമ്പൊന്നും ഇവിടെ കൊലപാതകം നടന്നിട്ടില്ലാത്ത പോലെ ഇപ്പോൾ കൊലപാതകങ്ങളുടെ കളിയാണ്. എവിടെ തിരിഞ്ഞാലും അങ്ങ് കൊലപാതകം. കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് വരെ നമ്മൾ സംശയിച്ചു പോകും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നേരത്തെ ഇതുപോലെ തന്നെ കൊലപാതകം ഇഷ്ടം പോലെ കേസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം 2024 2 ലക്ഷത്തിന് മേലിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് ഇടയിലാണ് ഞാൻ എന്തോ മൈരുന്നാണ്ട് പറഞ്ഞ കേസും എടുത്ത് പിടിച്ചുകൊണ്ട് ഒരു ദിവസം മൊത്തം പോലീസ് ഇങ്ങനെ വണ്ടി ഓടിച്ചത്, അതിനെപ്പറ്റി അന്വേഷിച്ചത്, അതിൻ്റെ തെളിവെടുത്തത്, അതിന് ഭയങ്കര സംഭവമാക്കിയത് മീഡിയയും പോലീസും കൂടെ ചേർന്ന്. അപ്പോൾ ബാക്കിയുള്ള ക്രൈംസ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസവും ഇഷ്ടം പോലെ വാർത്തകളും നല്ല എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 2 പേരെ കൂടെ കൊല്ലം ഉണ്ടാകുന്ന ഒരുത്തും പറയുന്നു, അയ്യോ അവനെ എന്തോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആലോചിക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്.
അതുകൊണ്ട് ഇതൊക്കെ ഇനി ഇട്ടുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ മറിയാണ്ട് ആ സമയത്ത് ഏതെങ്കിലും കൊലപാതകമോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് വിളിച്ച് ചൂവി നടന്നു കഴിഞ്ഞാൽ അത് സംഭവം തന്നെ. ഇവിടെയുള്ള എല്ലാ കൊലപാതകങ്ങളും സംഭവങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ വർഷം കണ്ട ഈ ഇത്രയും നാളുകൾക്കുള്ളിൽ നടന്ന കൊലപാതകങ്ങളുടെ എണ്ണം എടുത്താൽ അതൊരു 10,000 ഒക്കെ വരും ചിലപ്പോൾ. അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവസ്ഥ എനിക്ക് ഒരു ദിവസം 2 കൊലപാതകത്തിൻ്റെ വാർത്ത ഇട്ടാൽ പോലെ പറയുവാണ്. അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇതിൻ്റെ പുറകെ ക്യാമറയും കൊണ്ട് കൂട്ടി വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ സൂപ്പറായില്ലേ? അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സീനാണ്. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇതൊക്കെ തലേന്നൊക്കെ ആൾക്കാരുടെ ഇറങ്ങി കഴിയുമ്പോൾ ഹേമ കമ്മിറ്റിയൊക്കെ എന്ത് എന്നുള്ള രീതിയിലാവുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ പോയി ആരും അറിയാതെ ചോദ്യം ചെയ്തു, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത് അങ്ങനെയൊക്കെ വരുമായിരിക്കും. അത്രേ ഉള്ള വാർത്ത. ഇപ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കും. ആർക്കറിയാം അല്ലേ? എന്തൊരു കഷ്ടമാണ്. സ്ത്രീകൾ ഭയങ്കര ഒരു സ്ത്രീക്ക് വേണ്ടി ഇവിടെ കിടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹണിറോസിനെ എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്തോ അഭ്യാസം ഇവിടെ കിടന്ന് കാണിച്ചത്. മറ്റ് സ്ത്രീകളൊക്കെ ഇതേപോലെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുള്ള പരാതിയാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്? അപ്പം അതുകൊണ്ട് എന്നെ പോട്ടെ, ഇതൊന്നും ഇപ്പോഴും പറയേണ്ട കാര്യമില്ല അല്ലേ? ഇടയ്ക്കൊക്കെ വേണം പറയാം, വെറുതെ ഇരിക്കില്ലേ.